The Gospel according to St. Luke chapter 5, verse 12. Lord, if you are willing, you can make me clean. Before the miracle, there is a posture. The leper does something astonishing. He falls on his face before Jesus. He worships first. Before asking for healing, before explaining his pain, before pleading his case, he bows. കുഷ്ഠരോഗി നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ ശിരസ്സുകളെ നമിച്ച് അവനെ ആരാധിക്കുകയാണ്. സൗഖ്യത്തിന് മുൻപ് ആരാധനയാണ്. His body touches the dust in surrender before his mouth forms a request. അവൻ്റെ നാവ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് അവൻ്റെ ശരീരം സമർപ്പിത നമസ്കാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. This is the reordering of the heart. So often we rush into God's presence with demands. We present our needs first and offer worship later if the answer satisfies us. പലപ്പോഴും ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ആരാധനയ്ക്ക് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. But the leper reverses that pattern. Worship comes before the miracle. Surrender comes before the solution. അത്ഭുതത്തിന് മുൻപ് ആരാധനയും സൗഖ്യത്തിന് മുൻപ് സമർപ്പണവും കുഷ്ഠരോഗി നമുക്ക് കാണിച്ചു തരുന്നു. Then he says, if you are willing, his request reveals a second reordering, his faith. നിനക്ക് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ കഴിയും. അവൻ്റെ വിശ്വാസമാണ്. He does not question Christ's power. He entrusts himself to Christ's will. ക്രിസ്തുവിൻ്റെ ഹിതത്തിന് അവനെ തന്നെ സമർപ്പിക്കുകയാണ്. Faith is not control. It is confidence wrapped in surrender. വിശ്വാസം സമർപ്പണ വിശ്വാസമായി തീരണം. When the heart is reordered in worship and faith is reordered in trust, life is reordered by grace. ആരാധനയിലൂടെ നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരികയും ആശ്രയത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിന് മാറ്റം വരികയും കൃപയാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരികയും ചെയ്യും. ജീസസ് ആൻസേഴ്സ്, I will be clean. നമ്മുടെ കർത്താവ് ഉത്തരം നൽകുന്നു, എനിക്ക് തിരുമനസ്സാകുന്നു, വെടിപ്പാകുക. The man rises not only healed in body but restored in community, worship and dignity. അവൻ്റെ ശരീരം മാത്രമല്ല സൗഖ്യമാകുന്നത്, അവൻ കുടുംബത്തിലേക്കും ആരാധന സമൂഹത്തിലേക്കും തിരിച്ച് നൽകപ്പെടുകയാണ്. As Saint Ephrem the Syrian writes, the Lord touched him to show that his mercy is not defiled, but that defilement is cleansed by his mercy. Today, bow first. ഇന്ന് നമുക്കാദ്യം നമസ്കരിക്കാം. Worship before we ask. ആവശ്യപ്പെടുന്നതിന് മുൻപ് നമുക്ക് ആരാധിക്കാം. Trust before we see. When our heart kneels, our faith aligns, and when faith aligns, our life follows. നമ്മുടെ ഹൃദയം മുട്ടുകുത്തുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവഹിതത്തിന് അനുസരണമായി തീരുകയും അത് മുഖാന്തരം നമ്മുടെ ജീവിതം പുനർക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.